വെൽക്കം ടു യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മൈക്കൊന്നും ഞാൻ ഇട്ടില്ല, ഇടണം. എല്ലാം പോയിരിക്കുക. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനി ആ വ്ളോഗൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. ലിയൻ ഡെബിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് എത്രയും പെട്ടെന്ന് ഒരുവിധം ഉള്ളതെല്ലാം പാക്ക് ചെയ്ത്, കാരണം മോക്ക് 1 മണി അടുപ്പിച്ച് ബ്ലഡ് വർക്കും പിന്നെ ജോണ്ടിസിൻ്റെ അതും ഹിയറിംഗ് ടെസ്റ്റും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. 24 hours കഴിഞ്ഞ് അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കഴിയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ലിയൻ എന്തായാലും സ്കൂളിൽ പോയി, അതുകൊണ്ട് പിന്നെ അവൻ വീട്ടിൽ ഇരുന്ന് ടെൻഷൻ ആവുന്നില്ല. പിന്നെ ഇന്ന് സ്കൂളിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോയേക്കുന്നത്. അവനതിട്ടുകൊണ്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അവന് എല്ലാ ഫ്രണ്ട്സിനോട് പറയണമായിരുന്നു അവൻ ബിഗ് ബ്രദർ ആയെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഡെബി ഇന്നലെ അവൻ ഇട്ടുകൊണ്ടൊന്ന് ഉടുപ്പ് അപ്പം തന്നെ വീട്ടിൽ പോയി ഊരി ഇട്ട്. വാഷ് ചെയ്തോ? എല്ലാം വാഷ് ചെയ്ത്. അപ്പോൾ പിന്നെ വാഷ് വരെ ചെയ്ത്. കാരണം അവിടെ വീട്ടിൽ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മളാണെങ്കിൽ താഴെ പോയി കേട്ടിട്ടുണ്ട്. അതെ അവൻ്റെ ലഞ്ചും അവൻ്റെ എന്തോ വാട്ടർ ബോട്ടിലെല്ലാം കൊടുക്കേണ്ടി വന്നു ഡെബിയുടെ അവിടെ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു റാൻഡം ആയിപ്പോയി. ഡ്യൂ ഡേറ്റ് May 1 ആയിരുന്നു. ഏപ്രിൽ 30 മാറ്റി May 1 ആക്കി. പിന്നെ നമുക്ക് ഏപ്രിൽ 21 നമുക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മൺഡേ ഞങ്ങൾ ഈ കുഞ്ഞാകുന്നതിന്റെ തലേ ദിവസം അല്ല അന്ന് രാവിലെ ഞങ്ങളിങ്ങനെ വീക്ക്ലി ചെക്കപ്പിന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, സെർവിക്സ് ഇങ്ങനെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, 1 വീക്കും കൂടെ ടൈം എടുക്കും, ബേബിക്ക് പുറത്ത് വരാൻ താല്പര്യമില്ല, സ്റ്റബ് ബോർഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ആക്ച്വലി ട്യൂസ്ഡേ ആണ്. ഞങ്ങൾ മൺഡേയിലേക്ക് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു. അപ്പോൾ മൺഡേയിലേക്ക് എന്തായാലും 39 വീക്സിലേക്ക് പോവല്ലേ. അപ്പം വിചാരിച്ചു മൺഡേ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അപ്പം ഒന്നുകൂടെ സെർവിക്സ് ചെക്ക് ചെയ്യുമ്പോൾ, കാരണം അന്ന് പോയപ്പോൾ 38 വീക്സും 4 ഡേയ്സും എന്തോ ആയിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആക്ച്വലി 1-2 ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയുമോ, തലേ ദിവസം ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല. 2 മണി ആയപ്പോഴേ ഞാൻ എണീച്ചിരിക്കുക, വേദന അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവർ ഉറങ്ങണോണ്ട് ഞാൻ അപ്പുറത്ത് റൂമിൽ പോകും, അല്ലെങ്കിൽ ഹാളിൽ പോയിരിക്കും. അപ്പോൾ പിന്നെ 2 പേർക്ക് ഇവരെങ്കിലും ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ, അതിൻ്റെ തലേന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നിനക്ക് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ട് അപ്പോൾ ലിയനെ കൊണ്ട് എന്തൊക്കെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത്, പിന്നെ അതിനുശേഷം അവൻ പറഞ്ഞ് നമുക്ക് പാർക്കിൽ പോയി കളിക്കാം, കാരണം വെതർ ഇച്ചിരി ഒന്ന് ബെറ്റർ ആയിരുന്നു. ഇവിടെ ഫുൾ ടൈം മഞ്ഞാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യ. അങ്ങനെ ബൈക്കിൽ നമ്മുടെ നാട്ടിലത്തെ സൈക്കിൾ എടുത്തോണ്ട് യോജിമോനും ലിയനും സ്കൂളിൻ്റെ പാർക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയി അവർ 1.5 മണിക്കൂർ ഇങ്ങനെ കളിക്കാൻ പോയി. അപ്പം ഞാൻ ആ ടൈം നോക്കി ഞാൻ പറഞ്ഞു ഓക്കെ, വീട്ടിലെനിക്ക് അതൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ പെട്ടെന്ന് തുണി മടക്കി. അതാണ് ഞാൻ ചെയ്തത്. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുണിയെല്ലാം അവൾ മടക്കി വെച്ചു, സൈഡിൽ വെച്ചു, ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പം ഞാൻ വന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഫുള്ള് മെസ്സാക്കി ഇട്ടായിരുന്നു. അപ്പം പറഞ്ഞു എടി കുഴപ്പമില്ല, ഞാനിടായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ സപ്പർ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ സപ്പർ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നാളെ എന്തായാലും അവന് സ്കൂളല്ല, ഡേ കെയർ ആണ്. അപ്പോൾ അവനെ ഡേ കെയർ പറഞ്ഞു വിടുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് കോസ്കോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നാട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോകുന്ന വെക്കേഷൻ പോകുന്നുണ്ട്. എൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിയാനെ ഉറക്കാൻ വേണ്ടിയിട്ട് ലിയാനും അവനെ ഉറക്കി കൂടെ റൂമിലേക്ക് പോയി. രാത്രി ഉറക്കിയിട്ട് ആ സമയത്ത് പിന്നെ യോജി ഉറങ്ങാത്തോണ്ട് 2 മെലാറ്റോണിൻ എടുത്ത് കഴിച്ചു. മെലാറ്റോണിൻ എന്ന് വെച്ചാൽ ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. അപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടും. 8 hours 9 hours ലൈക്ക് മഗ്നീഷ്യം പോലൊക്കെ തന്നെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്നോട് നീ കിടക്കുന്നില്ല ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഈ സമയമാകുമ്പോൾ 2 പേരും ഉറങ്ങുകയായിരിക്കും. അപ്പോൾ എനിക്കൊരു പീസ്ഫുള്ളായിട്ട് ആരും ഒന്നും മെസ്സേജോ ഫോണോ ഒന്നും ചെയ്യാത്ത സമയത്ത് നോക്കി എഡിറ്റ് ചെയ്യുക, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഉറങ്ങി, ഇവളത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി.
ഞാൻ ഉറങ്ങി. എൻ്റെ അടുത്ത് ലിയാൻ വന്ന് അവൻ്റെ റൂമിൽ നിന്ന് എണീച്ച് വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടന്ന്. അപ്പോൾ അതുപോലും ഞാൻ അറിയില്ല, ഞാൻ അത്രയ്ക്ക് ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. വന്നവിടെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സൗണ്ട് കേൾക്കുന്നു, നമുക്ക് ആരും വിളിക്കുന്ന പോലെ. ഞാൻ കണ്ണു തുറന്ന് നോക്കാൻ നേരത്തെ ഇവളെൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ വാട്ടർ ബ്രേക്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആക്ച്വലി കിച്ചണിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ ചുമ്മാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഐസിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഐസിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ലീക്കായ പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്തോ സംഭവം, ഇനിയിപ്പോൾ ഞാൻ മുള്ളിയതാണോ എന്താണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വാട്ടർ ബ്രേക്ക് ആയത് കിച്ചണാണ് എനിക്ക് ബാഡ് ലക്ക്. അങ്ങനെ ഞാൻ യോജി കിടന്ന് വിളിച്ച് കിച്ചണെന്ന് കേട്ടില്ല. രാത്രി 11-12 മണി ആവാറായി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കാർപ്പറ്റാണ്, അവിടെ മൊത്തം വെള്ളമാകാതെ ഞാൻ പെട്ടെന്ന് നടന്ന് വാഷ്റൂമിൻ്റെ അവിടെ നിന്നിട്ട് യോജി എൻ്റെ വാട്ടർ ബ്രേക്ക് ആയത് കിടന്ന് വിളിക്കുകയായിരുന്നു. ബോധമൊന്നുമില്ലാതെ എണീറ്റത്. പോകുന്നില്ല കാര്യം ലൈക്ക് സഡേഷൻ പോലെ അല്ലേ, സെഡേഷൻ പോലാണ് ആ ടാബ്ലറ്റ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഹൈ ആയി ഇങ്ങനെ നിൽക്കുക, ബോധമില്ല നിൽക്കാൻ. എന്തോ വാട്ടർ ബ്രേക്ക് ഓക്കെ. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമില്ല. എങ്കിലും 1-2 സാധനങ്ങൾ ചപ്പല്, ടൂത്ത് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ എടുക്കണമായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് പിന്നെ ലിയാൻ്റെ ബാഗ് പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല പാക്ക് ചെയ്യുന്ന വെച്ചാൽ അവന് സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഡെബിയുടെ അവിടെ വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആ സാധനമെല്ലാം എടുത്ത് ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്ത് ഞാൻ ആദ്യമേ ലിയാനെ കൊണ്ടുവന്ന് ഡെബിനോട് ആക്കിയപ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞ് ഈ വാട്ടർ ബ്രേക്ക് ആയതേ ഉള്ളൂ, ഇനി കുറേ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, അവളെ കൊണ്ടാക്കിക്കോ. എനിക്കാണെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പൊക്കോളാൻ വയ്യാതിരിക്കുകയായിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയി. അതിനുശേഷം ഞാൻ പറഞ്ഞ് അവനെ കൊണ്ടുപോകാം. അപ്പോഴത്തേക്ക് ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കാർ സീറ്റ് വരെ നമ്മൾ എടുക്കാൻ വിട്ടുപോയായിരുന്നു. ഞാൻ അതുകൊണ്ട് അതൊക്കെ എടുത്ത് സമാധാനമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവനെ കൊണ്ടാക്കി തിരിച്ചു വന്നു. ഞാൻ പോയി. അപ്പോഴത്തേന് ഞാൻ ഫോൺ എടുത്ത് നേരെ ഈ ടെൻഷനായിപ്പോയി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. നേരെ പാറുവിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പാറു മക്കളെ എടി വാട്ടർ ബ്രേക്ക് ആയി. എന്താട്ടാ വരാതിരിക്കുമായിരുന്നു. ഞങ്ങളിപ്പം വരാനായിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ജസ്റ്റ് കയറിയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ പേരൊക്കെ എഴുതി ഇവിടെ ബാൻഡൊക്കെ തരും. ഇപ്പോഴും ഇനിയിപ്പോൾ 3 ഉള്ളതുകൊണ്ട് അവർ കട്ട് ചെയ്തു. കാരണം ഇന്ന് ഡിസ്ചാർജ് ആവാനുള്ള പരിപാടി നോക്കുവാണ്. ഈ ബാൻഡൊക്കെ തന്നു നമ്മൾ മേളിൽ കയറിയപ്പോഴത്തേന് പാറു എബിയും സാൻഡ്രയും കൂടെ വന്നു. പിന്നെ അവരുണ്ടായിരുന്നു രാത്രി മൊത്തം. പിന്നെ അവരൊരു 4-5 മണിയായപ്പോൾ അവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. അവർ റജീനാണ് വരുന്നത് 1 hour. അപ്പോൾ 7 മണി 8 മണി ആകുമ്പോഴത്തേന് അവർ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഞാൻ ഡയലേറ്റ് ആവുന്നില്ല, അത് 1 സെൻറ്റിമീറ്ററേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൾ വരാനുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു. ജസ്റ്റ് വാട്ടർ മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ 8 മണി കഴിഞ്ഞിട്ടേ രാവിലെ വരത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്തോ. എനിക്ക് മോർഫീൻ വിത്ത് ഗ്രാവൽ അങ്ങനെ എന്തോ അങ്ങനെ ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് അവൾക്ക് ആദ്യം ഒരു ഷോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ലാഫിംഗ് ഗ്യാസ് ഉണ്ട്. അങ്ങനെ ലാഫിംഗ് ഗ്യാസും വലിച്ചിരിക്കുന്ന സമയത്ത് ഡയറക്ഷൻ ആവുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പെയിനായി. അപ്പോഴേനും പാറും എബി എല്ലാം വന്നായിരുന്നു. നമ്മളെല്ലാരും ഇവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ അപ്പോൾ വന്നിട്ടില്ലായിരുന്നല്ലോ. ഇല്ല. അപ്പോൾ 2 പേർക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ഹസ്ബൻഡും പിന്നെ കൂടെയുള്ള ഒരാളെ കൂടെ നിർത്താം, ഒരാൾ കൂടെ നിൽക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പാറു ഭയങ്കര ഒരു മെന്റൽ സപ്പോർട്ടായിരുന്നു. അയ്യോ പാറു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പാറു അത്രയും പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് പാറു മറ്റേ അവിടെ സൈഡിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യും, ഒരു സപ്പോർട്ടീവായിട്ട്. പക്ഷെ പാറു ഫുൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയില്ലല്ലോ അത്. എനിക്ക് പകുതി കാര്യം എനിക്ക് എന്നെ ചേട്ടാ ഒന്നുമില്ല ചേട്ടാ. അയ്യോ എനിക്ക് വ്ളോഗ് കാണാൻ പേടിയാണ്. എനിക്ക് ടെൻഷൻ വ്ളോഗ്, കാരണം എനിക്ക് പകുതി ബോധമില്ല. ഈ ലാഫിംഗ് ഗ്യാസ് ഒന്നായിട്ട് മൂക്കും കൂടെ അടഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വായന്ന് കണ്ടിന്യൂസ്ലി എടുത്തു. കാരണം എപ്പിഡ്യൂറൽ ഞാൻ ചെയ്യണം. ഞാൻ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യും മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ എപ്പിഡ്യൂറൽ എടുത്ത് ഇനി എന്ത് പരിപാടിയുള്ളൂ. കാരണം ലിയനെ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദന ഒന്നും അത്രയ്ക്കൊന്നും അറിഞ്ഞില്ല, തല ഒന്ന് വിളി വന്നപ്പോൾ ഇത് മാത്രമേ അറിഞ്ഞോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്ത് പറഞ്ഞ് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി സപ്പർ ടൈമിൽ മുമ്പ് കുഞ്ഞു വന്നാൽ മതിയായിരിക്കും, അപ്പോഴേ വരത്തുള്ളൂ. ഇതിപ്പോ ഉച്ചയ്ക്കാണ് അവർ പറഞ്ഞത്, ലേബർ നേഴ്സ് ഇങ്ങനെ എന്നിട്ട് അവർ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്തപ്പോൾ 4 സെന്റിമീറ്റർ ആയിട്ടുള്ളൂ. അവർ പിന്നെ ഇനിയും സമയം എടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വേദന കൂടുക, നേഴ്സിനെ വിളിച്ചോ എനിക്ക് വേദനയ്ക്കുള്ള എന്തെങ്കിലും മരുന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ഇറങ്ങിപ്പോയി നേഴ്സിനെ വിളിച്ചു.
ഞാനോ പാറോ അതൊന്നും ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ കൂടെ നിൽക്കുക. അപ്പോൾ അവരൊക്കെ റൂമിൽ നിന്ന് പോയി, അവരെല്ലാവരും മാറ്റി. അപ്പോൾ ഞാനും പാറും തൻവിയും 2 നേഴ്സുമാരും കൂടെ ഉണ്ട്. ആദ്യം ഒരു നേഴ്സേ ഉള്ളായിരുന്നു. അങ്ങനെ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ആ മാസ്ക് എന്ന് വെച്ചാൽ ഒരുമാതിരി എന്താ പറയാ, അതെങ്ങനെയാ പറയുന്നത്, ഹൈ എങ്ങനെയാ മലയാളത്തിൽ പറയുന്നത്, അതായത് പിടുത്താവും. അതേപോലത്തെ ഒരു സംഭവം. അയ്യോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യും. അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ല തലയ്ക്കകത്തൊക്കെ. അങ്ങനെ ആ സംഭവം എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ അങ്ങോട്ട് ആയിക്കഴിഞ്ഞതിന് ശേഷം ഷടേന്നായിപ്പോയി. ഇതിന്റെ 8 സെന്റിമീറ്റർ. പിന്നെയും ഇങ്ങനെ സർവിക്സ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെ 8 സെന്റിമീറ്റർ ആയി, പക്ഷെ വെയിറ്റ് ചെയ്യും, ഹോൾഡ് ചെയ്യും, ഡോക്ടർ വരുന്നൊരു ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഇവളപ്പോഴത്തേന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്കല്ല, അവക്ക് കൊച്ചു മോക്ക് വരാൻ വേണ്ടിട്ട് തൻവി വേദന കൊണ്ട് പൊളഞ്ഞ്, എന്റെ മോനെ ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ അടിക്കുന്നു. എനിക്കാണെങ്കിൽ എപ്പിഡ്യൂറലിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ വന്ന് പറയുന്നത്. പാറുവാണെങ്കിൽ ഒരു സൈഡിൽ ഓടി, തൻവിയുടെ കാലിൻ്റെ അടുത്തോട്ട് ഓടും, എന്നിട്ട് അവളുടെ കാലിങ്ങനെ മസാജ് ചെയ്യും. ഒരു നേഴ്സേ ഉള്ളൂ. ഞാൻ ഇത്രയും പേര് ഞാൻ പ്രതീക്ഷ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു ഡയലേഷൻ. കാരണം അവരെനിക്ക് ഡയലേഷൻ ആവാത്ത മറ്റേ ഓക്സിറ്റോക്സിൻ്റെ എപ്പിഡ്യൂറലല്ലോ ഇൻഡ്യൂസ് ചെയ്യാനുള്ള സംഭവം അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇൻഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് പെയിനില്ല. അത് പെട്ടെന്നാണ് പേര്. അവരെന്നിട്ട് പുഷ് ചെയ്യല് ഞാനല്ല പുഷ് ചെയ്യണേ, ബേബീസ് ഹെഡ് ഇസ് കമ്മിങ് എന്നൊക്കെ. 8 സെന്റിമീറ്റർ ഡയലേഷൻ ആയി. ഇത് എല്ലാം ഒരു ഹാഫ് ആൻ അവർ എടുത്തില്ല, ഇല്ല 20 മിനിറ്റ്സിനകത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മോള് പുറത്ത് വന്നു. അപ്പം എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്കിപ്പം അത്രയ്ക്ക് പേടിയുള്ള ഒരാളോ അല്ലെങ്കിൽ ഈ ഡെലിവറി സമയത്ത് ഇങ്ങനെ ബ്ലഡ് കാണുന്നത് അങ്ങനെയൊന്നും ഒരു ടെൻഷനുള്ള ഒരാളൊന്നും അല്ല. എനിക്ക് അത്രയ്ക്ക് ഒരു പേടിയില്ല, അങ്ങനെ പേടിയില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി, അതായത് ഈ കുഞ്ഞിൻ്റെ ഹെഡ് പുറത്ത് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ മുമ്പുള്ള അവസ്ഥ വെച്ചാൽ എല്ലാ ഹസ്ബൻഡും ഇത് കൂടെ ഉണ്ടാവണമെന്നാണ്, ഇത് അറിയണമെന്നാണ് എൻ്റെ ഒരു. കഴിഞ്ഞ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, സ്മൂത്ത് ആയിരുന്നു, എപ്പിഡ്യൂറൽ എടുത്തായിരുന്നു, അപ്പോൾ പെയിൻ അങ്ങനെ അറിഞ്ഞില്ല. ഇതിപ്പോൾ ഞാൻ നാച്ചുറലി ഫുൾ പെയിനും അറിഞ്ഞ് ഹൈയും കൂടെയാണ്, അതായത് പിടുത്തം കൂടെയാണ്. പിടുത്തമായിട്ട് ഞാൻ ഇങ്ങനെ പ്രസവിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഹെഡ് വരുന്നതിന് ആ ഒരു മൊമെന്റിൽ ഇവളുടെ കണ്ണെല്ലാം ഇല്ല മേലോട്ട് അങ്ങ് നിന്റെ കണ്ണെല്ലാം, എനിക്ക് പേടിയാണ് കാണാൻ വ്ളോഗ്. കണ്ണെല്ലാം അങ്ങ് അതൊക്കെ എടുക്കാൻ പറ്റുമെന്നല്ല കാര്യം. ഞാനും പാറും എല്ലാം ടെൻഷനിലായിരുന്നു. കുഴപ്പമില്ല ആ ഒരു ടൈം. അപ്പം കണ്ണെല്ലാം അങ്ങ് മേലോട്ട് പോവുക, കുറച്ച് ബ്ലഡ് കണ്ടു. അപ്പം അതൊന്നും ഒരു സീനല്ല. ഓക്കെ, അപ്പം കുഞ്ഞിൻ്റെ ഹെഡ് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതിന് മുമ്പുള്ളൊരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് അനക്കമില്ല. ഇവളിനി പുഷ് ചെയ്യുവോ, കുഞ്ഞ് പുറത്ത് ഞാൻ മറ്റേ പിടുത്ത എനിക്കറിയാം. അല്ല ഞാൻ പുഷ് ഒന്നും ചെയ്തില്ല, അവളെ സ്വന്തമായിട്ടാണ് മെയിൻലി വന്നത്. ഞാൻ അധികം ഒന്നും പുഷ് ചെയ്തിട്ടില്ല. നിന്റെ ഇനി ഇവിടെ പുഷ് ചെയ്യാൻ പറ്റുമോ, ഇവളുടെ ബോധം പോവുകയാണോ എന്നൊക്കെ ഒരു അവസ്ഥ. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി പോയി. അപ്പോഴേ പാറു വന്നിട്ട് ചേട്ടാ കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ തല പുറത്ത് വരുന്നുണ്ട്, സൈഡ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ തലവിക്കുന്നു, കുഴപ്പമില്ല. എന്നിട്ട് യോജി വേണം മറ്റേ ഇത് ആംബിൾക്കോട്. അപ്പം കുഞ്ഞ് പുറത്ത് വന്നു, എടുത്ത് ഇവളുടെ ചെസ്റ്റിലേക്ക് വെച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന്. തൻവി ഇങ്ങനെ തല ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് തല താത്ത് കുഞ്ഞിനെ നോക്കാൻ ഞാൻ എന്തിനാ പ്രസവിച്ചെന്ന് പറഞ്ഞേ. ഞാൻ പകുതി വഴി വെച്ച് എന്തോ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, എന്തൊന്നും പറ്റില്ല, എനിക്ക് ഹെൽപ്പ് എന്നൊക്കെ. അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് കുഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിങ്ങനെ കരയുമെന്നൊക്കെ. ഞാൻ മോള് കരയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കാം, ഇവള് കരയാത്ത പെണ്ണെന്താ കരയാത്ത എന്ന് ആലോചിക്കുക. അവള് കരഞ്ഞില്ലായിരുന്നു ആദ്യം കരഞ്ഞില്ല, ശരിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു ആംബിൾക്ക് കട്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചു. കൈ തന്നതിന് ശേഷമാണ് കട്ട് ചെയ്തത്. നിന്നെ നെഞ്ചത്ത് വെച്ചിട്ടാണ് അപ്പൊ ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. എന്റെ പൊന്നേ, ഓക്കെ, എനിക്കൊന്നും ഓർമ്മയില്ല ഗൈസ്. ഈ വീഡിയോ കണ്ടേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. എന്നിട്ട്
നേരെ നേഴ്സ് പറഞ്ഞു കുറച്ച് കട്ട് കാണും, കട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന്. അപ്പോഴേ പാറു എടുത്തിട്ട് പറഞ്ഞു, ഇത് പറഞ്ഞ് അയ്യോ കട്ട് ചെയ്യല്ലേ, ഇപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കണം, ഇതൊരു നല്ല മൊമെൻ്റ് ആയത്, എപ്പോഴും മെമ്മറബിൾ മൊമെൻ്റ് ആയത് എനിക്ക് ക്യാപ്ചർ ചെയ്യണം നേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പം കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കണ്ട, കട്ട് ചെയ്തു, കുറച്ച് കട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ കറക്റ്റ് വെച്ചു, ഒരു കട്ടിന് തന്നെ കട്ടായി. അപ്പോഴേ രണ്ടുപേരും ആയി. അപ്പോഴത്തേനും നിൻ്റെ നേരത്തെ നീ കൊച്ചിനെ കൊടുക്കുന്നില്ലായിരുന്നു കുളിപ്പിക്കാൻ, ലൈക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തില്ല, ഇല്ല, കുറച്ച് കഴിഞ്ഞ് കൊടുത്താണ്. അങ്ങനെ പിന്നെ ഞാൻ കട്ട് ഭയങ്കര ആ സാധനം. ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടർ വരുന്നത്, അതുവരെ ഡോക്ടർ ഇല്ല. ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നതും എല്ലാം നേഴ്സായിരുന്നു. പക്ഷെ ലേബർ ആൻഡ് ഡെലിവറിയുടെ നേഴ്സായിരുന്നു. നേഴ്സ് അടിപൊളിയായിരുന്നു. അവസാനം തൻവി വഴക്ക് പറഞ്ഞു, തന്നെ ഒരു കാരണവശാലും ചെയ്യുന്നില്ല. ഒരുപാട് ഇങ്ങനെ താഴെ ക്ലിയർ ആവാതിരിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട് ഇങ്ങനെ പുഷ് ചെയ്യരുത്, കുറേശ്ശെ. പക്ഷെ അതിന്റെ മണ്ടേ കേറുന്നില്ലാതെ ഞാൻ ആ ഗ്യാസ് എടുത്ത് ഓവറായിട്ട് ഞാൻ എടുത്തു. ഏതാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് എടുത്ത് എന്റെ കയ്യിൽ നിന്ന് മാറ്റണമായിരുന്നു. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എത്ര ധൈര്യമുള്ളതായാലും പാർട്ണർ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു മെൻ്റലി പ്രിപ്പയർഡ് അല്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എനിക്ക് ഉറക്കമില്ല, എൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുക, ഞാൻ ഉറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഞാനും അത്ര ഹൈ ആയി പോയിരുന്നു. ഒന്നും ഉറക്കമില്ല, രണ്ട് ഞാൻ വായനങ്ങ് ശ്വസിക്കുക, മൂക്കിപ്പോഴും അടഞ്ഞിരിക്കുക. നമുക്ക് മൂക്കിലൊഴിക്കാൻ സ്പ്രേ പോലും ഇല്ലായിരുന്നു. അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ പാർട്ട്നേഴ്സിനും അത് കിട്ടണമെന്നാണ് എൻ്റെ. അവളൊരു 3 കിലോയും കുഞ്ഞ് 3 കിലോ 270 ഗ്രാമും. അത് 38 ആഴ്ച ആയിട്ടുള്ളൂ. 40 ആഴ്ച വരെ ഞാൻ പോയത് ഞാൻ തീർന്നു. കാരണം എൻ്റെ വയറ് ഓൾറെഡി ഇത്രയും ആയിരുന്നു. ഞാൻ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുഞ്ഞ് വന്നു. പിന്നെ എന്നെ അവിടെ നിന്ന് മാറ്റി ഒരാൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. പാറു തൻവിയുടെ അടുത്തോട്ട് നിന്ന്. അപ്പോൾ ഇവന് പ്ലസൻ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് പുള്ളി ഇഞ്ചക്ഷൻ ഇട്ടിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പരിപാടി ഒരു 20-30 മിനിറ്റ്സ് കൊണ്ട് എല്ലാ പരിപാടിയും. അതായിരുന്നു ഏറ്റവും പെയിനായി പോയത് എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ എന്തായാലും എടുക്കാത്ത കാര്യമായി. പക്ഷെ ഞാൻ ഇത്രയും റോ ആയിട്ടുള്ളൊരു പെയിൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ആ ഒരു എളുപ്പം ആണ്. പിന്നെ ഇവള് ബോർഡേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാത്ത ഡേറ്റ് ആണ്. ഓൾമോസ്റ്റ് 9 ദിവസം നേരത്തെയാണ് വന്നത്. അൺപ്ലാൻഡ് ആയിപ്പോയി. നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയതേ ഇല്ല. മെന്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞാൻ. വല്ലാത്തൊരു സംഭവമായിപ്പോയി. കറക്റ്റ് സമയത്ത് കുഞ്ഞ് കറക്റ്റ് പുറത്ത് വന്ന് നിന്റെ ചെസ്റ്റിലേക്ക് എടുത്ത് വെച്ചത് ഡെബി ഇവിടെ നിന്ന് കയറി വന്നു. അതാണ് കോമഡി. ഡെബി ലിയനെ നോക്കാൻ വേണ്ടി ഡെബിയുടെ കൊടുത്തത് നമ്മള്. ഞാൻ വിചാരിച്ച് ഞാൻ ഹലൂസിനേറ്റീവ് മലയാളത്തിൽ എങ്ങനെ പറയുന്നത് ഹലൂസിനേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ സാമാനൊക്കെ വലിച്ചു കെട്ടി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഞാൻ കാണുക. ഡെബി എവിടെ നിന്നൊക്കെ വരുന്നത്, ഡെബി കരയുന്നത്, ഡെബി എവിടെ നിന്നാ വന്നത്, ലിയാൻ എവിടെ, ഞാൻ ലിയാൻ എവിടെയെന്ന് ചോദിച്ചു. ലിയാനെന്ന് എനിക്കറിയാം. സ്വപ്നം കാണുകയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഡെബി എന്തായാലും വന്നു. അപ്പോൾ ഡെബി എല്ലാം കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഡെബി കൊച്ചിനെ എടുത്തപ്പോ ഉണ്ടായിരുന്നു, പുള്ളി ചെയ്തപ്പോ വെച്ചതിന് ശേഷം. ഓക്കെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കഴിച്ചിരിക്കും ആ വ്ളോഗ് കാണാൻ തന്നെ ടെൻഷനാ. പിന്നെ ഞാൻ നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ ഇങ്ങനെ തുടയ്ക്കാനും പിന്നെ വെയിറ്റ് നോക്കാനും പിന്നെ എന്തോ സാധനത്തിൽ വെച്ചിട്ട് ലൈറ്റ് അടിച്ച് നോക്കത്തില്ല, എന്തോ ലൈറ്റ് അടിച്ചിട്ട് അതോ അത് വെയിറ്റ് ചെക്ക് ചെയ്യാനും മറ്റേ ജോണ്ടിസോ അങ്ങനെ എന്തോ ചെക്ക് ചെയ്യാനുള്ളത് സംഭവം എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേന് പ്ലസൻ്റ ഇങ്ങനെ ഡെലിവറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തോ പറയുന്നുണ്ടായത്, ഇനി എന്തൊക്കെ സാധനം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അത് പതുക്കെ പുള്ളി ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ എന്തോ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും രണ്ടുപേരും സേഫായിട്ട് കിട്ടി, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. എന്തായാലും എൻ്റെ വയറിന് ഞാൻ രാവിലെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തത് വയറിന് ഒരു 5 കിലോ കുറഞ്ഞു.
അത്രയും എൻ്റെ ബാക്കിലുള്ള ആ ഒരു പെയിനൊക്കെ കുറഞ്ഞു കിട്ടി. എനിക്കാണെങ്കിൽ വയറെന്ന് വെച്ചാൽ ഈ വയറിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ബാക്കിലുള്ള ആ വേദന ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയി ഞാൻ പറയുന്നുണ്ട് ഇനി 2 ആഴ്ച ഓടില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ഡെയിലി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് ഇനി വ്ളോഗ് ഞാൻ 1-2 ദിവസത്തിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് ഇടാം. കാരണം മോളെ കൊണ്ട് വീട്ടിൽ പോകണം, ഇനി വീടൊന്ന് സെറ്റ് ചെയ്യണം, ലിയാൻ്റെ മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഇതൊക്കെ ആക്കിയെടുക്കണം. റൂമിൽ മോള് ചെറിയൊരു ബാസ്നെറ്റ് പോലൊരു സംഭവം ഉണ്ട്, അത് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞതും ഞാൻ ആ വ്ളോഗ് എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടും ഗൈസ്. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ വാച്ച് ദാറ്റ് വ്ളോഗ്. ഞാനും കാണാൻ വേണ്ടി എക്സൈറ്റഡ് പേടിയാണ്, കാരണം എനിക്ക് പകുതി കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പോൾ അടുത്ത വ്ളോഗിലേക്ക് എന്തായാലും കാണാം. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Until then, bye bye.